കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തടസ്സപ്പെടുത്തി ഇടത് അംഗങ്ങളുടെ പ്രതിഷേധം 2 മാസത്തിന് ചേർന്ന നിർണായക യോഗമാണ് ഇടത് അംഗങ്ങൾ തടസ്സപ്പെടുത്തിയത്. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ ആരോപിച്ചു. കേരള സർവകലാശാലയിൽ 2 മാസങ്ങൾക്ക് ശേഷം ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടസ്സപ്പെടുത്തിയത്. രജിസ്ട്രാർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സിൻഡിക്കേറ്റ് യോഗം അലങ്കോലപ്പെടുത്തിയത്. സർവകലാശാലയെ തകർക്കുവാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് സിൻഡിക്കേറ്റ് അംഗം TS ഗോപകുമാർ പറഞ്ഞു. ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഓരോ സിൻഡിക്കേറ്റ് യോഗത്തിലും ഓരോ രജിസ്ട്രാറുടെ പേര് സജസ്റ്റ് ചെയ്ത് അതിൻ്റെ പേരിൽ തർക്കമുണ്ടാക്കി, അനാവശ്യമായിട്ടുള്ള തർക്കമുണ്ടാക്കി സിൻഡിക്കേറ്റ് യോഗം അലങ്കോലപ്പെടുത്തുകയോ അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വാശി പിടിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നത്. അപ്പോൾ എന്തായാലും കൃത്യമായ ഒരു ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അലങ്കോലപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. വരാനിരിക്കുന്ന സർവകലാശാല കലോത്സവം അടക്കമുള്ള സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട യോഗമാണ് അലങ്കോലപ്പെട്ടത്. ജനം, തിരുവനന്തപുരം.